ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. അതിന്റെ പിൻതലമുറ ശൂരനാടിന്റെ അഭിമാനമാണ് ബാബുനാരായണന്. മലവാഴിക്കുന്നേലൊരു കെട്ടിവിധാനം, മലവാഴും പെരുമാളിനു പള്ളിപ്പാന. ചേട്ടൻ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഏകദേശം 1500 എണ്ണിട്ടുണ്ട്, പിന്നെ എണ്ണിട്ടില്ല. ഘനസമകാന്തിയുദേ നിഗമനിതാന്തപദേ. അദ്ദേഹം ചോദിച്ചു അവനെന്ത് യോഗ്യത ഉണ്ട്, അവനെന്ത് യോഗ്യത ഉണ്ടെങ്കിൽ എഴുതി വെക്കാനെന്ന്. അതായത് അന്ന് ഈ വലിയ കലാകാരന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പേരിൻ്റെ കൂടെ മാല് വെക്കുന്നത്. ഞാനെന്ന പേര് വെട്ടി ഒരു തലമുറ മാറ്റി പറയുന്നത് എനിക്കറിയാം. ഉച്ചയ്ക്ക് കാണാൻ വരുന്നവർക്ക് കഞ്ഞിയും പരിപാടികൾക്ക് ചോറ് വരുന്നു. ഞാൻ കയ്യിൽ കഴിക്കാൻ പോയിരുന്നു. അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട്, ഒരു ചേട്ടൻ എഴുന്നേക്കാൻ പറഞ്ഞു, ഇനി എത്ര കാതമുണ്ടെന്നെനിക്കറിയില്ല ജീവിതപാത ഒടുങ്ങിടുവാൻ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബാബുനാരായണൻ ചേട്ടൻ. ഈ ഒരു ഗാനം എഴുതിയത് ചേട്ടനാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ചേട്ടന് എന്താ പറയാ, മിക്ക ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെയാ വിചാരിക്കുന്നത്. ചേട്ടൻ എങ്ങനെ പോകുന്നു? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കിയും കൂടെ ഒന്ന് പാടിക്കോ, കാരണം ഇത് കേൾക്കാനായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. സന്തോഷം. അടുത്തിങ്ങനെ ആ എഴുതിയ ആള് ഇപ്പൊ തന്നെ പാടുമ്പോ ഒരു പ്രത്യേക സുഖം, സംഗീതം ചെയ്ത ആള് നമ്മൾ കേൾക്കുമ്പോഴേക്കും എന്താ പറയാ, ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ അടുത്ത് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് കേൾക്കുന്നത് നന്ദഗോവിന്ദം വന്നേ പിന്നെയാണ്. ഇത് അവരെടുത്തതിന് ശേഷം ചേട്ടൻ ഈ പാട്ട് ഓക്കെ അവരെടുത്ത് പാടുകയാണ് എന്നുള്ള കേട്ട് കഴിഞ്ഞപ്പോഴുള്ളൊരു സന്തോഷമില്ല. ഇങ്ങനെ പോപ്പുലർ ടീം പാടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നമ്മൾ അറിയപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. ഒരു 20 വർഷത്തിന് മുമ്പുള്ള പാട്ടാണ്. ഇന്ന് ദാരികന്റെ ശിരസ കൊയ്തോൾ 20 വയസ്സ് യുവതിയായി. ഒത്തിരി സന്തോഷം. അത് നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഇങ്ങനെ കേൾക്കണത് കേൾക്കുമ്പോഴേ, അതായത് ഒരു ഭജന ആ ഒരു സ്റ്റേജിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് അങ്ങനെ ഭജനയൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആവുന്ന ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും വിചാരിച്ചില്ല. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഗഞ്ചിറയൊക്കെ ആയിട്ടാണ് ആൾക്കാർ പാടുന്നത്. അപ്പോൾ കളിയാക്കുന്നൊരു കുറേ ടീം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇതിപ്പം ലോകോത്തര പരിപാടിയാണ്. ശ്രീയേട്ടൻ്റെ MG ശ്രീമാൻ്റെ പരിപാടി പോലും ഇന്നലെ ഏറ്റുമാനൂർ വമ്പൻ വിജയമല്ലായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദി പറയാറുണ്ട്. എൻ്റെ ഭജന ഏറ്റെടുത്തവരോടും എന്നെ തിരിച്ചറിഞ്ഞവരോടും ഒത്തിരി നന്ദി. ഈ ആ ഒരു സ്റ്റേജിലേക്ക് ചേട്ടന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? ആ സ്റ്റേജിലേക്ക് പോയി എന്താണ് പെട്ടെന്ന് ഈ ഒരു പാട്ട് പാടാൻ പറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അതിന് 2 ദിവസം മുമ്പാണ് ഇത് എൻ്റെ പാട്ടാണെന്ന് അവരറിയുന്നത്. ആണോ? അതുവരെ ആർക്കും അറിയത്തില്ല. എൻ്റെ പാട്ട് ഒരാൾക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം പാടിക്കൊണ്ട്. ഇത് 20 വർഷം മുമ്പ് ഇത് സോപാന സംഗീത ലോകത്തിൽ പാട്ട് ഹിറ്റാണ്, എല്ലാവരും പാടുന്നത്. പക്ഷെ അത് ഈ അമ്പലത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയി. പക്ഷെ ഇത് നന്ദഗോവിന്ദം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ 2 ദിവസം മുമ്പാണ് ഇവർ അറിയുന്നത്. അങ്ങനെ എന്നെ വിളിച്ചു. നമ്മുടെ അമ്പലപ്പുഴ വിജയകുമാരി ഏട്ടനും ഒരു മനോജ് തൂമണ്ണിലുണ്ട്, ഇവരുടെ കൂടെ നമ്പർ ഇട്ട് കൊടുത്ത് വിളിച്ചിട്ട് ചേട്ടാ ചേട്ടനൊക്കെ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുകയാണ്, ഞങ്ങൾക്ക് ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം, ഞങ്ങൾക്ക് ചേട്ടനോടൊപ്പം പാടണം. അപ്പം ഞങ്ങളുടെ ഒരു ഭജൻ കണക്റ്റ് മാന്നാർ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ല, 2 ദിവസം ഞങ്ങളുടെ നാട്ടിലുണ്ട്. 8-ാം തീയതിയാണ് കണക്റ്റ്, 6-ാം തീയതി ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു.
ചിലപ്പോൾ എനിക്ക് പ്രോഗ്രാമില്ല, ചിലപ്പോൾ ഞാൻ കാണാൻ വന്നേക്കുമെന്ന് പറഞ്ഞു. അത്രയും സംഭവിച്ചുള്ളൂ അവിടെ. പിന്നെ നടന്നത് ചരിത്രം എന്നൊക്കെ. പിന്നെ വേറെ സംഭവിച്ച അവിടെ ചെന്ന് ഇതറിയുന്നില്ല. അവർ മൂന്നാമത്തെ പാട്ട് ഇവരെ എല്ലാ വീതിയിലും പാടുന്ന പാട്ട് ഇത് തന്നെ. ആ മൂന്നാമത്തെ പാട്ട് കാണുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയത്, നമ്മുടെ പാട്ടറിയാമല്ലോ, പിന്നെ നന്ദഗോവിന്ദം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടുണ്ട് ദാരികൻ്റെ. അറിയാൻ ചോദിച്ചപ്പോൾ ഈ ജനങ്ങൾ മൊത്തം പാടുക, ഇവർ പാടുമല്ലോ, പാടിക്കല്ലോ ആൾക്കാരെ കൊണ്ട്. അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട്. ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് ബാബു നാരായണൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ പള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിലേക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. ചേട്ടന് ചിലപ്പോൾ കാണാൻ വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാമെന്ന് ചോദിച്ചു. ഞാൻ ആയിരങ്ങൾക്ക് പുറകെ നിൽക്കുക, എഴുന്നേറ്റ് നിന്നു. അപ്പോഴും പിന്നെ അവർ പാടി തുടങ്ങി. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, പാടി തുടങ്ങിയത്. അദ്ദേഹം പിന്നെ ഇടയ്ക്ക് തോന്നുന്നു അവരോട് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങോട്ട്. പക്ഷെ അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. എന്താണെന്ന് പറഞ്ഞില്ല. അവരോട് പറഞ്ഞത് അവർ പിന്നീട് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞില്ല. അവർ വന്നു. പിന്നെ എനിക്ക് സംശയം എന്നെ തന്നെയാണോ അവർ വിളിക്കുമ്പോൾ. എഴുന്നേറ്റ് ഇത്ര ആയിരങ്ങളുടെ ഇടയ്ക്ക് കൂടെ പോകുമ്പോഴേ 2 സൈഡിലും ദാരികൻ്റെ ശിരസ് ഇങ്ങനെ അലയടിക്കുക, വേറെ ലോകം. അപ്പോൾ എനിക്ക് ഈ പൊതുവേദി ഇറങ്ങുന്നത് സംസാരിക്കുന്നതൊക്കെ ഇച്ചിരി ചമ്മലുള്ള ആളാണ്. പക്ഷെ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി, എന്നെയല്ല അവർ കൊണ്ടുപോകുന്നത്, ദാരികൻ്റെ ശിരസ് പോയി ആ പാട്ടിനെ കൊണ്ടുപോകുന്നത്. ഇന്ന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. നടന്ന് വേദി ചെന്നു. അപ്പോഴേ ഒരു പാട്ട് പാടി തീർന്നു. അതുവരെ ആ പാട്ട് തീർന്ന വരെ എൻ്റെ എൻട്രി ആയിരുന്നു. 2 പേര് പാടാൻ കിട്ടി. എന്നോട് ചോദിച്ചു പാടുന്നു എന്ന് ചോദിച്ചു. എനിക്ക് മേടിച്ചു. ടൈമിങ് കറക്റ്റ് ആയിരുന്നു. ബീജി തീരും പാടും കൂടെ ആയിരുന്നു. അവര് കൂടെ പാടുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അത്രയോ ഒരു സ്റ്റേജിൽ, അത്ര ആളുകൾ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ആ ഒരു പാട്ടിന് കുറച്ചുകൂടി അംഗീകാരം കിട്ടുമ്പോഴേക്കുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞത് വേറെ തന്നെയാണ് അല്ലേ? അതോടുകൂടി എൻ്റെ പേടി അങ്ങ് മാറി കിട്ടി. സ്റ്റേജ് ഫിയർ അങ്ങ് മാറി. അല്ല, പ്രോഗ്രാമിൽ നമ്മൾ പോയി പാടുന്നുണ്ട്, അത് അവിടെ സംസാരിക്കാനുള്ളൊരു ഇതൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇതുവരെയും ഞാൻ അമ്മയ്ക്ക് മുമ്പിൽ പോയി വിറയ്ക്കുന്നതല്ലാതെ ഒന്നും വരത്തില്ലായിരുന്നു. അപ്പം എനിക്കറിയാം, മനസ്സിലായി എന്നെയല്ല, ബാബുനാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, വ്യക്തിക്ക് പ്രാധാന്യമില്ല അവിടെ, ആ പാട്ടിനാണ് പ്രാധാന്യം. അങ്ങനെ സോപാന സംഗീത ലോകത്ത് 270 കൂടെ 80ഓളം പാട്ടുകൾ എൻ്റെ ആയിട്ടുണ്ട്. അതെല്ലാം ഹിറ്റുകളാണ്. ഇതുപോലെ ഒത്തിരി പാട്ടുകളുണ്ട്. ഇന്ന് സോപാന സംഗീത ലോകത്ത് എല്ലാവരും പാടുന്നുണ്ട് പാട്ടുകളെല്ലാം. ചേട്ടൻ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഏകദേശം എണ്ണിയിട്ടുണ്ട്? 1500 എണ്ണിയിട്ടുണ്ട്. പിന്നെ എണ്ണിയിട്ടില്ല. പിന്നെ എനിക്ക് എണ്ണാൻ പറ്റില്ല. 1500 പിന്നെ അങ്ങ് ജോലിയായി തീർന്നത്. ഇപ്പം അനുശ്രീ ഓഡിയോസ് ഉണ്ട്, അവർക്ക് വേണ്ടി മാത്രം 1000 പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം. ഇത് കൊറോണ സമയത്ത് തുടങ്ങിയത്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സോപാന സംഗീതത്തിന് ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് ഇപ്പൊ നമ്മള് കേട്ടിട്ടുള്ളത് കൂടുതലും അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും, ഇടയ്ക്ക് ഒട്ടി പാടുന്നതായിരിക്കും കേട്ടിട്ടുള്ളത്. പക്ഷെ ആ ഒരു സംഗീതത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഭജൻസ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ കുറെയൊക്കെ പാടുന്നതൊക്കെ ഉണ്ട്. ഈ ഒരു പാട്ടല്ലാതെ ഇപ്പൊ ഭജനയായിട്ട് പാടാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? അതെനിക്ക് ഇടയ്ക്ക് ഒട്ടി കേൾക്കണം എന്നൊരാഗ്രഹം. ഇപ്പം നന്ദഗോവിന്ദം പഠിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു പാട്ടുണ്ട്. അതിലിപ്പം അമ്പലപ്പുഴ വിജയമാരിയേട്ടനും നിരളത്ത് ഹരിവന്ത് ചേട്ടനൊക്കെ പറയുന്നത് സോപാന സംഗീത താണ്ഡവം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു അക്ഷരം അല്ലെങ്കിൽ ശ്രദ്ധ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോകുന്ന ഒരു പാട്ട്. അതുകൊണ്ട് ദ്വിതീയ അക്ഷരപ്രാസം, 2ാമത്തെ അക്ഷരപ്രാസം വെച്ചുകൊണ്ടിരിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് ഭജൻസ് പാടിയ ദുർഗയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പാടാൻ വേണ്ടി, അല്ലെങ്കിൽ ആവശ്യത്തിരിക്കുക. പക്ഷെ പഠിക്കാനൊരു ഇച്ചിരി പഠിച്ചു കഴിഞ്ഞാൽ ഗുണനപ്പെട്ടേ ചൊല്ലുന്ന ഇങ്ങനെ പിടിച്ചൊല്ലി പോകാൻ പറ്റും. ഒരു ശ്രദ്ധ പോയാൽ പറഞ്ഞില്ലേ ചീട്ടോട്ടോരാ പൊളിഞ്ഞ്. എങ്ങനെ ചേട്ടാ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? അതൊരു കഴിവ് തന്നെയാണ്. പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ തോന്നണമെങ്കിൽ കുറച്ച് അത് ഞാൻ എല്ലാവരും പറയണ്ടേ, അനുഭവ സമ്പത്താണ്. ഈ അറിവിനെക്കാട്ട് കൂടുതൽ അനുഭവ സമ്പത്താണ്. പിന്നെ ഒരു വായനാശീലം കൊച്ചിലോട്ടുണ്ട് അതിൻ്റെ. പിന്നെ പുതിയ പദങ്ങൾ വന്നു ചേരുക. ഗിരീഷ് ചേട്ടൻ പറഞ്ഞു, ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞോട്ടെ, നമുക്കും പുതിയ പദങ്ങൾ കണ്ടുപിടിക്കാം. മലയാളത്തിൽ ഇല്ലാത്ത പദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഏതാണ്ട് ഒന്നും ഓർത്തെടുക്കാൻ പറ്റും. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പാട്ട് വരുമ്പോൾ കാര്യത്തില്ല, ഇടയ്ക്ക് കയറി വന്നിട്ടുള്ളത്. ഇത്ര എഴുതിയോണ്ട് നമുക്ക് പാട്ട് ഇങ്ങനെ ഓർമ്മ നിൽക്കാത്തത് കൊണ്ട് അത് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം ചേട്ടൻ ഇത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഇത്രയും പാട്ടിന്റെ ലിറിക്സുകൾ ഓർമ്മയുണ്ടോ? ഇല്ല. അതവിടെ റെക്കോർഡിങ് പലപ്പോഴും ഞാൻ റെക്കോർഡിങ് പോകുന്നുണ്ട്, വീട്ടിൽ എഴുതി കുറച്ച് എടുക്കാൻ പറഞ്ഞു, പിന്നെ അവിടെ രാജ്യത്ത് എഴുതുക. ആരെങ്കിലും അങ്ങനെ എടുത്തിട്ട് പോയിട്ട് അങ്ങനെ പാടിയിട്ടുള്ള ഏതെങ്കിലും കേസുകളുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പല പാട്ടുകൾ കേൾക്കുമ്പോഴും പിന്നെ ഈ പേര് മാറി വരാറുണ്ട്. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്കിനകത്ത് 5-6 പേര് പാട്ട് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് പേര്, അതേ ഉള്ളൂ. അത് ശരിക്കും കാണുമ്പോൾ ഒരു വിഷമം തോന്നില്ല? അത് തോന്നുന്നു. കാരണം അത് എനിക്കറിയാം, കുറെ ആൾക്കാർ ഇതുപോലെ എന്താ പറയാ പേരുകൾ ഇങ്ങനെ മാറ്റി ഇടുമ്പോഴത്തേനും
മാറ്റിയിടുന്ന വെച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോണതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ അതിനകത്ത് ഇടപെടുന്നതായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും നമ്മളുടെ ആ ഒരു അപ്പോൾ പലരും വിളിച്ചു കേട്ടോ, അത് നിന്റെ പാട്ടെല്ലാം വിളിച്ചു നോക്കുക, അത് നിങ്ങളുടെ സന്തോഷമുണ്ട്. നമ്മുടെ എഴുത്തിന് ഒരു വേറെ ശൈലിയാണ്, ഒരു മലബാർ സമ്പ്രദായത്തൊക്കെ എഴുതുന്ന ഭയങ്കര ഇതാണ്. ഇവിടുത്തെ അങ്ങനെയാണ് കുറേ പാട്ടുണ്ട് ഇവിടെ മലനാടിൽ. അപ്പോൾ എനിക്കറിയാം അങ്ങനെയുള്ള ആരും വേറെ എഴുത്തില്ല, അതുകൊണ്ട് എനിക്ക് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിഷമമില്ല. നമ്മുടെ ലോകമുണ്ട്, ഇപ്പോൾ പുതിയ ഒരാളെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന എനിക്ക് ഒരു മടിയില്ല. എനിക്ക് ഞാനൊരു സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ചിത്രം എഴുതാൻ ഞാനും എഴുത്തില്ല, എൻ്റെ ആശയങ്ങൾ ചിത്രയ്ക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ ആശയമാണല്ലോ പ്രധാനം. പദസമ്പത്തം എങ്ങനെ ഉണ്ടാക്കാം, ആശയം ഉണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പാട്ട് അങ്ങനെ ഉണ്ട്. മലവാഴിക്കുന്നേലൊരു കെട്ടിവിധാനം, മലവാഴും പെരുമാളിനു പള്ളിപ്പാന, പറകൊട്ടിപ്പാട്ടുണ്ടേ മാലകറ്റാനായി, പാഞ്ചിയിലത്തൂപ്പുണ്ടേ ഓതി ഒഴിക്കാനായി, മലനടയിൽ മലമുകളിൽ പള്ളിപ്പാന, മലനടയിൽ മലമുകളിൽ പള്ളിപ്പാന. അതാർക്കും എഴുതാൻ പറ്റത്തില്ല, എനിക്കറിയാം. ശരിയാ. ഇപ്പൊ ഈ പല അമ്പലങ്ങളെ കുറിച്ചൊക്കെ എഴുതുമ്പോ, ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ എഴുതുമ്പോ ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ഒരു കഥ ഉണ്ടാവുമല്ലോ, ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ വാക്കുകളിലേക്കായിട്ട് ആ ഈണത്തിൽ ആ ഒരു ലിമിറ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്? ആദ്യം ഇത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതൊന്നും എന്റെ ഇതല്ല, സംഭവിച്ചു പോകുന്നത്. അതുവരെയും നമ്മള് ഒന്നുമില്ല. അതായത് പാട്ടും സംഗീതം എന്ന് പറയുന്നത് ശൂന്യത ഉണ്ടാക്കുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അജ്ഞാത ശക്തി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചിന്തിച്ചെഴുതുമ്പോൾ അത് ഓട്ടോമാറ്റിക് വന്ന പദങ്ങളെങ്കിൽ വീണു പോകും. പിന്നെ നമ്മളങ്ങ് അത്ര ഡെഡിക്കേഷൻ ആണ് സ്ഥാനത്ത്. ഇതിങ്ങനെ തന്നെ വേണം എഴുതി കാട് കയറി പോരുത്. കാട് കയറി പോവുകയും ചെയ്തൊരു ലിമിറ്റേഷനിൽ നമ്മളൊരു പാട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം ഈ കാട് കയറിപ്പോയി. ചിലർ എഴുതി കഴിഞ്ഞാൽ അങ്ങ് എഴുതി പരന്നങ്ങ് പോകും, ഏരിയ വിട്ടു പോകും. എന്താണ് നമ്മൾ കണ്ടന്റ് ഉദ്ദേശിച്ചത് അതിനകത്ത് നിന്നുകൊണ്ട് എഴുതിയാൽ വളരെ മനോഹരമായിരിക്കും. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ കുറെയൊക്കെ ഈണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഈ റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി വാക്കുകൾക്ക് നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി വിഷ്വലൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈണത്തിനായി കുറച്ചുകൂടി പ്രാധാന്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, എനിക്ക് ഈ രണ്ട് കാലഘട്ടം അല്ല, ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതും ഒരു ഇതായി തീരും, മാറും. ഒരിക്കൽ ഗിരീഷ് ചേട്ടൻ അന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ആൾക്കാരുള്ളായിരുന്നു. ഇപ്പൊ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേ അതുപോലെ ആരും ഇല്ലെന്നത്. ഈ കാലം മാറും. അപ്പം ഇതും അന്നത്തെ നല്ല പാട്ടുകളായി തീരും. എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കാലത്തും ജീവിക്കാൻ പറ്റി. ടി വി ഇല്ലാത്ത കാലത്തും ടി വി ഉണ്ടായ കാലത്തും അങ്ങനെ ജീവിക്കാൻ പറ്റി. ഞാൻ 79 ജനിച്ചു. അപ്പോൾ എനിക്ക് രണ്ടും ഈ മാറ്റം കമ്പ്യൂട്ടറിലോ അല്ലാത്തതും കറണ്ട് ഇല്ലാത്ത സമയം കറണ്ടുള്ള സമയം നിങ്ങൾ കണ്ടിട്ടില്ല. മണ്ണെണ്ണകളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉൾക്കൊള്ളാൻ പറ്റും നമുക്ക്. ചേട്ടന് തഴയപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, വെച്ചാല് അത്ര കഴിവുള്ള ആളാണ്, പക്ഷെ എവിടെ കൊണ്ടോ ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ വളർന്നു വന്ന സാഹചര്യം ആയതുകൊണ്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ഈ അപകർഷതാബോധം ചിലവുണ്ട്. അതിൻ്റെ ഒരു ഫീലിങ്സ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സമൂഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും എൻ്റെ ആദ്യമായിട്ട് നാം എഴുതിയായിരുന്നു ഞങ്ങളുടെ എൻ്റെ പരദേവതയെക്കുറിച്ച് നാം എഴുതി അവിടെ പ്രകാശനം ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഒരു വ്യക്തി പുള്ളി എന്ത് ചോദിച്ചു, അന്ന് ഞാൻ പുസ്തകത്തിനടിക്ക് ശൂരനാട് ബാബു നാരായണൻ എഴുതി വെച്ചിരുന്നത്. ഇപ്പം എൻ്റെ പേരിനടിക്ക് ശൂരനാട് സാധനമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അവനെന്ത് യോഗ്യത ഉണ്ട് ഇങ്ങനെ എഴുതി വെക്കാനെന്ന്. അതായത് അന്ന് ഈ വലിയ കലാകാരന്മാർക്ക് രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ സമൂഹത്തെ അറിയപ്പെടുന്നവരുടെ പേരിൻ്റെ കൂടെ വാല് വെക്കുന്നത്. നാട്ടിൽ ഈ കുടുംബ പേരും ഒക്കെ നാട്ടിൽ വെക്കും, ഇന്നടുത്ത് തന്നെ ആളെന്ന് വെക്കുന്നതിന് പകരം ഈ ചൂട് വളർന്നു വരും കുറേ കൂടെ ഒരു തലത്തും മേലോട്ട് വരുമ്പോഴത്തേക്ക് അവർ നാടിൻ്റെ പേര് വെക്കും. അങ്ങനെ വെച്ച് ചോദിച്ചാൽ അവൻ എന്ത് യോഗ്യതയുണ്ട്. ഞാനെന്നാ പേര് വെട്ടി ഒരു തലമുറ മാറ്റി പറയുന്നത് എനിക്കറിയാം. പേര് ശൂരനാടെന്ന് പേര് വെക്കണ്ട എന്ന് പറഞ്ഞ അതിൻ്റെ പിൻതലമുറ ശൂരനാടിൻ്റെ അഭിമാനമാണ് ബാബു നാരായണന് എഴുതി വെക്കുന്നത്. എല്ലായിടത്തും ഫേസ്ബുക്ക് മൊത്തം നിറയ്ക്കുവാണ്, സോഷ്യൽ മീഡിയ മൊത്തം എഴുതുവാണ്. ചേട്ടൻ അങ്ങനെ മാറി നിന്നതാണോ കുറച്ച്? അതായത് വേണ്ട ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹം എന്തെങ്കിലുമൊക്കെ പറയുന്ന ആലോചിച്ചിട്ട് എന്തിനാണ് അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ എന്തിനു മാറി നിന്നു എന്ന് ഇപ്പൊ ചിന്തിക്കാറുണ്ടോ? ഇല്ല, എനിക്ക് എവിടെയെങ്കിലും എത്തും എന്നൊരു ധാരണയുണ്ട്. എല്ലാരും അറിയുന്നുണ്ട് ചേട്ടൻ അറിയില്ല ആനയുടെ ഏഞ്ചലിനൊക്കെ ചിത്ര ഇന്റർവ്യൂ നടക്കി എന്നെ തിരക്കി എന്നാ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്ത കൂടുതലുള്ള ആളാണ്.
ഇത്രയും പെട്ടെന്ന് അറിഞ്ഞില്ല. ആ, 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 ആ. അല്ല ചേട്ടനെ എല്ലാരും അറിയുന്നതാ ചേട്ടന്. അപ്പൊ ഞാൻ നേരത്തെ അത് തന്നെ പറഞ്ഞത്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയണ പോലെയാണ്. അത്രയും ഇപ്പം ഞാനിപ്പോ ഇത് പാടിയിട്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മള് പാട്ട് പാടുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ എഴുതിയ വരികള് അല്ലെങ്കിൽ സംഗീതം ചെയ്ത വരികൾ നമ്മൾ പാടുമെന്നല്ലാതെ ഇങ്ങനെ സംഗീതം ചെയ്ത ആളുടെ അടുത്തിരുന്നിട്ട് അത് എഴുതിയ ആളുടെ അടുത്തിരുന്ന് പാടാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒരു ഭാഗ്യം തന്നെയാ. ചേട്ടന്റെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ടും? വീട്ടില് ഇത് ഞാൻ അത് പറഞ്ഞു വരുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഒരു കല എന്ന് പറയുന്ന ഒരു വീക്ക്നെസ്. പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അനില്, എൻ്റെ കൂടെ ഒരു ദിവസം മൂത്ത ഞങ്ങളുടെ സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ പോകാതിരിക്കാനും നോക്കുന്നത്. ഞങ്ങളുടെ ഈ വയലിൻ്റെ ഞങ്ങളുടെ മീനെ പിടിക്കുക, പിന്നെ ചില ശില്പങ്ങൾ ഉണ്ടാക്കുക, പടം വരയ്ക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജോലി. അതേപ്പോൾ നല്ല ചിത്രകാരനായി തീർന്നു അനിൽകുമാർ. അന്ന് എന്നെ കൊണ്ടുവന്ന് ഈ പാർത്ഥസാരി എന്ന് പറയുന്ന മ്യൂസിക് പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പാർത്ഥസാരി ചാരുമൂട് അടുത്ത സ്ഥലമാണ്. സ്കൂൾ തുടങ്ങി, സ്കൂൾ പ്രൈവറ്റായിട്ട് ആദ്യമായിട്ട് തുടങ്ങി നമ്മുടെ ഏരിയയിൽ. അവിടെ കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ അമ്മ അനിലോട് ചോദിച്ചത് അവനിതൊരു ഉപജീവന മാർഗമാകുമോ, സംശയം. ഒരു സാധാരണക്കാരന് മേലോട്ട് വരാൻ പറ്റുമെന്നുള്ള അവർക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വാശി അതല്ലായിരുന്നു. ഈ പറഞ്ഞല്ലോ നമ്മളെ തഴയപ്പെട്ടെടുത്ത് അവർ നമുക്ക് വേണ്ടുന്ന വളവും വെള്ളവും ഒഴിച്ചു തരുമായിരുന്നു. ആ വാശിയിൽ നിന്നാണ്, അല്ല അവരെ തോൽപ്പിക്കാനല്ല. ഒരിക്കലും ഞാൻ അവിടെ പഠിച്ചുകൊണ്ട സമയത്താണ് ഞാൻ മൃദംഗം പഠിക്കുന്നുണ്ട് ഇലഞ്ഞി സുശീൽ കുമാറിൻ്റെ അടുത്ത്. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രാനടി സത്യൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ, വീടിനടുത്ത് തന്നെ. അപ്പോൾ ആ തൊട്ടടുത്ത അമ്പലത്തിൽ ആദ്യമായിട്ട് ഈ സംഗീത സദസ് നവരാത്രിക്ക് 3 ദിവസം അടുപ്പിച്ച് രാപകൽ കച്ചേരി, ഒരു മഹാന്മാരെ വന്ന് പാടുന്നത്. അപ്പോൾ അന്ന് ഞാനും ഉണ്ട് വായിക്കാനുണ്ട്. ഉച്ചയ്ക്ക് കാണാൻ വരുന്നവർക്ക് കഞ്ഞിയും പരിപാടി കഴിഞ്ഞ് ചോറ് വരുന്നു. ഞാൻ കയ്യിൽ കഴിക്കാൻ പോയിരുന്നു. അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു ചേട്ടൻ എഴുന്നേക്കാൻ പറഞ്ഞു. നമുക്കത് ഫീൽ തോന്നിയില്ല. അപ്പോഴും അവർ വെള്ളവും വളവും വെള്ളം ഇട്ട് തരാം. പക്ഷെ പിന്നെ കാലം കഴിഞ്ഞ് അമ്പലത്തിൽ ഒരു പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്ത ആ വേദിയിൽ. അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ നമ്മളെ വളർത്തുക. ഞാനതുകൊണ്ട് വിഷമമായിട്ട് എടുക്കത്തില്ല, പോസിറ്റീവാണ്. ഈ അങ്ങനെ വരുന്ന വാക്കുകൾക്കൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഒരു പെയിനിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അതിന് മൂർച്ച കൂടും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് അത് തന്നെ പറയാൻ തോന്നുക. അതായത് അങ്ങനെ എഴുതുന്ന വരികൾ അങ്ങനെയാണോ? കുറെ പാട്ടുകളൊക്കെ എഴുതുമ്പോ ആ ഒരു മനസ്സിൽ അങ്ങനത്തെ കുറെ ഫീലിങ്സ് വെച്ചിട്ട് തന്നെ എഴുതുന്നത്. എൻ്റെ ഒരു കവിത ഉണ്ട്, അത് പാടാൻ പറ്റുമെന്ന് എനിക്കത് കൂടുതൽ ഞാൻ ഈ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ല എൻ്റെ കൂട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ടവൾ എന്ത് ചെയ്യുന്നു, എൻ്റെ വൈഫ് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട്, ഇനി എത്ര കാതമുണ്ടെന്നെനിക്കറിയില്ല ജീവിതപാത ഒടുങ്ങിടുവാൻ, ഇനി എത്ര കാലമുണ്ടാകുമെന്നറിയില്ല ജീവിതവേഷം അഴിഞ്ഞു വീഴാൻ, മണിനാദമെങ്ങോ മുഴങ്ങുന്നു പിന്നെയും അവസാന രംഗം അടുത്തുവന്നു, പ്രിയ സഖീ നീ തന്ന മധുരമാം സ്മരണകൾ മാറോടു ചേർത്തു കൊണ്ടൊന്നുറങ്ങാൻ, ഒരു കൊച്ചുമുറി മാത്രം ഉള്ളൊരു മൺവീട് 6 അടി മണ്ണിൽ ഒരുങ്ങുന്നു, ഒരു കൊച്ചുമുറി മാത്രം ഉള്ളൊരു മൺവീട് 6 അടി മണ്ണിൽ ഒരുങ്ങുന്നു, പ്രിയ സഖീ നീ തന്ന മധുരമാം സ്മരണകൾ മാറോടു ചേർത്തു കൊണ്ടൊന്നുറങ്ങാൻ. ഇങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ ആ ഒരു മനസ്സിൽ ആ ഒരു ഫീൽ വെച്ച് എഴുതുന്നത് തന്നെ ഫോക്കുവയില്. വിരഹാർദ്രമാകുമി സന്ധ്യയിൽ നോവിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഞാനിരിക്കേ, വിരഹാർദ്രമാകുമി സന്ധ്യയിൽ നോവിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഞാനിരിക്കേ, പ്രണയാർദ്രയായി വന്നണയില്ല എങ്കിലും അറിയുന്നു നിന്മനം കൂട്ടുകാരി, പദനിസ്വനം കാത്ത് കഴിയുന്നൊരീ മന സ്പന്ദനമാകെയും ആരു കേൾക്കാൻ, ഇടറുന്ന പ്രാണന്റെ പിടയുന്ന ചില്ലയിൽ എന്തിനു വന്നു നീ കൂടുകൂട്ടി. ഈ സിനിമാ മേഖലയിലൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ചേട്ടൻ ആ ഒരു സമയത്ത് ശ്രമിച്ചിട്ടുണ്ടോ? അതോ ഈ ചേട്ടൻ ഇതുപോലെ മാറി
നിൽക്കുമായിരുന്നു ചെയ്തത്? അല്ല, നമുക്ക് ശ്രമിച്ച അങ്ങനെ അവസരങ്ങൾ അങ്ങനെ കിട്ടാറില്ല ആർക്കും. നിങ്ങൾ ചോദിച്ച അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പം സ്റ്റാർട്ടിങ് നമ്മൾ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം സിനിമയിൽ എഴുതുക, അല്ലെങ്കിൽ സിനിമയിൽ പാടുക, അല്ലെങ്കിൽ സിനിമയിലേക്ക് സംഗീതം ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലായിരിക്കുമല്ലോ നമ്മൾ മ്യൂസീഷ്യൻസ് ഒക്കെ. അവർക്കൊക്കെ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തതാണോ അത് തേടി വരുന്നത്? എനിക്കറിയാം, ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ ചെയ്തിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. കുറെ അങ്ങനെ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കാൻ ചേട്ടൻ ശ്രമിക്കാത്തതാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ നമുക്കുള്ളത് നമ്മുടെ തേടി എത്തും. അവരോട് നമ്മൾ ഇതിന് പോകത്തില്ല, മത്സരത്തിന് പോകത്തില്ല. മത്സരിക്കാൻ ഞാൻ ആളല്ല, പക്ഷെ മത്സരത്തിന് ഇല്ലതാണ്. മത്സരിച്ച പിന്നെ ജയിച്ചിട്ടേ മാറും, അങ്ങനെയുണ്ട്. എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പിന്നെ UP സ്കൂളാണ്, UPM സബ് ജില്ല വരെ ഉള്ളൂ. അവിടെ അവർ ഓവറോളം മേടിച്ചിട്ടുണ്ട് വരുന്നത്. ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ഒരു ചാൻസ് വന്നപ്പോഴേക്കും എന്തായിരുന്നു ചേട്ടന്റെ മനസ്സിൽ കിട്ടി? ആ മൊമെന്റ് ഓർമ്മയുണ്ടോ? അരുൺ രാജ് പുത്തനിലായിരുന്നു അതിങ്ങനെ ഒരു ഓഫർ തന്നത്. ആ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ മനോഹരമായ പാട്ടുകളായിരുന്നു അത്. MG ശ്രീമാറും വീണ ശുചിത്വം എന്നൊരു കുട്ടികളെ പാടി വളരെ മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ് അത്. പിന്നീട് അത് നോക്കിയിട്ടുണ്ടോ? അതെന്താ ഇറങ്ങാത്ത? പാട്ടിറങ്ങി, പാട്ട് യൂട്യൂബിലുണ്ട്. പാട്ട് സിനിമ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാണ്ട് നമ്മളിനി സിനിമയിൽ വന്നാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. അതിനുശേഷം എന്താണ് ആക്റ്റീവായിട്ട് നിൽക്കാനുള്ളത് ശ്രമിക്കാൻ ചേട്ടൻ? എന്താ പറയാ, തിരക്കി അങ്ങനെ പോവാത്തത് കൊണ്ടാണ്? നമ്മളിപ്പം കേൾക്കാറുണ്ട്, നമ്മൾ തിരക്കി പോണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നടക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ചേട്ടൻ നോക്കാത്തതാണോ? അത് എപ്പോഴെങ്കിലും മതി വന്നാ മതി അങ്ങനെ നാട്ടിലായതുകൊണ്ട്? കാരണം ഞാൻ ചോദിക്കണ എന്താ അറിയോ, ഇത്ര കഴിവുള്ള മനുഷ്യനാ. അപ്പൊ നമ്മള് ഇപ്പം ഇങ്ങനെ മാത്രം കേട്ടാ പോരാ, കുറച്ചുകൂടി വൈഡായിട്ട് ഇത് കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ നാട്ടിൻപുറത്തുകാരനായിട്ട് ജീവിതം ഒരു മെയിൻ ഘടകമാണ്. പ്രോഗ്രാമിന് ആവശ്യം പോലും ഉണ്ട് ഇവിടെ. പിന്നെ കുടുംബം അതെല്ലാം നോക്കണം. പുറത്തോട്ട് അങ്ങനെ പോയി നിൽക്കാനും പറ്റത്തില്ല. എറണാകുളത്ത് വന്നിക്ക് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ മാറി നിൽക്കാൻ പറ്റത്തില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ പറ്റിപ്പോകുന്നേ. പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് എറണാകുളത്ത്. ഈ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷിക്കത്തില്ല, ഫീൽ ചെയ്യത്തില്ല. മധുരമുള്ള ചായം കുടിക്കും, മധുരമില്ലാത്ത ചായം കുടിക്കും. ഉപ്പുള്ള കഞ്ഞിയും കുടിക്കും, ഇല്ലാത്ത കുടിക്കും. എനിക്ക് ഫീൽ ചെയ്യത്തില്ല, രണ്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഇടയ്ക്ക് ഉപയോഗിച്ചിട്ട് എനിക്കൊരു സോപാന സംഗീതം പാടിത്തരും, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നീയാണഖിലം മമ ജനനീ ആയേ മായേ, നീയാണഖിലം മമ ജനനീ ആയേ, ദേവി മനോഹരി നിത്യനിരാമയി 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 മായേ, നീയാണഖിലം മമ ജനനീ ആയേ, ദേവി. ഘനസമകാന്തിയുതേ നിഗമനിദാന്ത പദേ, ഘനസമകാന്തിയുതേ നിഗമനിദാന്ത പദേ, ഘനസമകാന്തിയുതേ നിഗമനിദാന്ത പദേ, കനകോജ്വലമണിനൂപുരധാരിണിയേ, ഘനസമകാന്തിയുതേ നിഗമനിദാന്ത പദേ, കനകോജ്വലമണിനൂപുരധാരിണിയേ, ഘനസമകാന്തിയുതേ നിഗമനിദാന്ത പദേ,
കനകോജ്വലമണിനൂപുരധാരിണിയേ പരമകൃപാജലധേ പതിത ജനോദ്ധരദേ പരമകൃപാജലധേ പതിത ജനോദ്ധരദേ പരമേശ്വരി പരിതാപ വിനാശിനിയേ പരമകൃപാജലധേ പതിത ജനോദ്ധരദേ പരമേശ്വരി പരിതാപ വിനാശിനിയേ പരമേശ്വരി പരിതാപ വിനാശിനിയേ മായേ നീയാണഖിലം മമ ജനനീ മായേ ദേവി ശങ്കരനന്ദിനിയേ സങ്കടനാശിനിയേ ശങ്കരനന്ദിനിയേ സങ്കടനാശിനിയേ ശങ്കരനന്ദിനിയേ സങ്കടനാശിനിയേ അങ്കരുകദളലോചനയംബികയേ ശങ്കരനന്ദിനിയേ സങ്കടനാശിനിയേ അങ്കരുകദളലോചനയംബികയേ